ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. ഒരു കിടിലം വയനാട് ട്രിപ്പും. വയനാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി ഇഷ്ടപ്പെടുന്നവിടെ പർദീസയാണെന്ന് നമുക്കറിയാം. അവിടെ കുന്നിമുകളിൽ ഒരു കിടിലം റിസോർട്ടിൽ സ്റ്റേയും കൂടി ആയാലോ? പെർഫെക്റ്റ്. ഓക്കെ, അത് പോരാളിയാ. അപ്പം നമുക്കത് കണ്ടു നോക്കിയാലോ? ഇന്നത്തെ നമ്മുടെ വിഷയം വയനാട് ട്രിപ്പാണ്. അതൊരു വൈബിന് ട്രാവൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലല്ലോ. നല്ല വൈബിലുള്ള വയനാട് ട്രിപ്പും അതിൻ്റെ റിസോർട്ടും അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായി ഞാൻ കാണിച്ചിരുന്നത് ഇപ്പോൾ നിലമ്പൂരാണ്. നിലമ്പൂരിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ നിലമ്പൂർ കനോലി പ്ലോട്ടാണ്. നിലമ്പൂർ കനോലി പ്ലോട്ട് ഉണ്ടല്ലോ, ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇവിടെയാണ് നമ്മുടെ ലോകത്തിലെ പുരാതനമായ തേക്കും തോട്ടവും അതേപോലെ തന്നെ വലിയ തേക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ പ്രളയത്തിൽ അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. തേക്ക് മ്യൂസിയം അല്ല കേട്ടോ, ഇവിടെ തേക്ക് മ്യൂസിയം ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നത് ഇതിലൂടെ പോകാൻ നല്ലൊരു വൈബാണ്, അടിപൊളി ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് നിലമ്പൂർക്ക് വരുന്നവർക്ക് അതേർക്കും ഇഷ്ടപ്പെടും ഈ സ്ഥലം. പിന്നെ ഇത് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം ഉൾപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തിൽ ഉൾപ്പെടുത്തിയത്. നിലമ്പൂർ വൈക്കടവ് നാടുകാണി ചുരത്തിലൂടെ ഊട്ടിയിലേക്കോ വയനാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് ഈ സ്ഥലം കാണാൻ കഴിയും. അപ്പോൾ നല്ല വൈബിൽ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അല്ലെങ്കിൽ FBയിലൊക്കെ ഇത് സ്റ്റാറ്റസ് സ്റ്റോറി വെക്കാനൊക്കെ പല ിലേക്ക് പോയപ്പോൾ വൈക്കടവ് നാടുകാണി റൂട്ടിലൂടെ അല്ല പോയത്. കാരണം നാടുകാണി ചെക്ക് പോസ്റ്റിൽ അതിർത്തി കടക്കുന്ന ടൈമിൽ തമിഴ്നാട് അതിർത്തി ഉണ്ടല്ലോ, അത് കടക്കുന്ന ടൈമിൽ അവർ RT-PCR E-Pass പല ഫോർമാലിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിർത്തി പങ്കിടാതെ നമ്മൾ താമരശ്ശേരി കൂടെ പോവുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല. RT-PCR കോവിഡ് ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതിലൂടെയാണ് ഇപ്രാവശ്യം പോയത്, താമരശ്ശേരി ചുരത്തിലൂടെ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പം ഊട്ടിക്കാണെങ്കിലും കോയമ്പത്തൂർക്കാണെങ്കിലും ഏത് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴും E-Pass നിർബന്ധമാണ്. അപ്പോൾ E-Pass എടുക്കുന്ന രൂപങ്ങൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ ഏത് സാധാരണക്കാർക്കും സിമ്പിളായി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്ത് നെറ്റിൽ നിന്ന് എടുക്കുന്ന രൂപങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ താമരശ്ശേരി ടൗണ് കഴിഞ്ഞു, പിന്നെ താമരശ്ശേരി ചുരം എത്തിയിട്ടില്ല. അപ്പോൾ ചുരം കയറാനുള്ള പരിപാടിയാണ്. അവിടുന്ന് നല്ല വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അവർക്ക് ടൂർ പോയി കാണുക തിരിച്ചു വരുന്ന ആളുകളായിരിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ കമ്മിയാണ്, വാഹനങ്ങൾ കമ്മിയാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ചിലപ്പോൾ അവിടുന്ന് ടൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നവരായിരിക്കും. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകല്ലേ, ഇനി നാളെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും നല്ല റഷ് ആയിരിക്കാം. പക്ഷേ ഇവിടെ കണ്ടേ, നിങ്ങൾ കാണില്ലേ നല്ലൊരു പച്ചപ്പ് മനോഹരിതമായ സ്ഥലങ്ങൾ. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾക്ക് കുറച്ച് സ്പെൻഡ് ചെയ്ത് കണ്ട് മെല്ലെ മെല്ലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ പോകണം കേട്ടോ. അല്ലാതെ നമ്മൾ സ്പീഡ് പോയിട്ട് അവിടെ പോയി കണ്ടിങ്ങനെ തിരിച്ചു വരരുത്. നമ്മൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മെല്ലെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ട് വ്യൂ പോയിൻ്റൊക്കെ കണ്ടാൽ അവിടെയൊക്കെ നിർത്തിയിട്ട് ആസ്വദിച്ച് തന്നെ നമ്മൾ പോകണം. അങ്ങനെ ഞങ്ങൾ എയർപിൻ എത്തിയിട്ടോ. 1ാം വളവാണിത്, നിങ്ങൾ കാണില്ല. ഇതിൽ ഈ കുറച്ചൊരു ചെറിയൊരു കയറ്റാണ്, വലിയ കയറ്റല്ല. പിന്നെ 2ാം വളവൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ വ്യൂ പോയിൻ്റൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോയ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, നല്ല രസമുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ കണ്ടോ, കോടയൊക്കെ കുറച്ച് മൂടിയിട്ടുണ്ട്. ആകാശത്തിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ല, നല്ല ഭംഗിയുള്ള ഒരു സീൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ടൈമിൽ ചെറിയൊരു മഴ പെയ്തു. അപ്പം അതിന് വേറൊരു വൈബാണ്. നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഒരു കുളിർമയല്ലേ. എനിക്ക് നല്ല കുളിർമയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, ബൈക്കിൽ പോകുമ്പോൾ ആ കുളിർമ ഉണ്ടാവില്ല കേട്ടോ. ബൈക്കിൽ പോവുകയാണെങ്കിൽ മഴ പെയ്ത് ആകെ ഇടങ്ങാറാവും. നല്ല ഒന്നാന്തരം പണി കിട്ടും. ആകെ നനഞ്ഞ് നമ്മൾ യാത്ര തന്നെ ഉഷാറില്ലാത്ത പോലെയാകും. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ വലിയ വളവുണ്ട്. പണ്ട് ആരോ പറഞ്ഞില്ലേ താമരശ്ശേരി ചുരം പറഞ്ഞില്ലേ, അതിൻ്റെ ആ വലിയ വളവാണ്. ഇതാണ് നമ്മൾ ഫോട്ടോസിൽ വീഡിയോസിലൊക്കെ കാണുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ വലിയ വളവ്. ഇത് വലിയ ഹെയർ പിന്നാട്ടോ, ഇത് 2ാമത്തെ ഹെയർ പിന്നാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചാണ്ടല്ലോ, നല്ല ചൂടുള്ള ചായയും അതിക്ക് എന്തെങ്കിലും ബജിക്കടിയൊക്കെ കൂട്ടി കുടിച്ചാണ്ടല്ലോ, അയ്യോ അതിനത്ര ഒക്കോ. ഈ ടൈമിൽ പ്രത്യേകിച്ച് ചെറിയ മഴ പെയ്യുമ്പോൾ ഒരു നല്ലൊരു തണുപ്പില്ല ടൈമിൽ ചൂടുള്ള ചായ ഇങ്ങനെ കുടിക്കണമെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ടൂറ് പോകുമ്പോൾ അതൊക്കെ അല്ലേ രസം, അല്ലാതെ വേറെ എന്തൊക്കെയാണ് രസം. പ്രത്യേകിച്ച് യാത്രയാണ് ഈ ടൂറ് പോകുമ്പോൾ രസം. ഇപ്പം നിങ്ങൾ കാണുന്ന നോക്കിയാൽ ആ മലമുകളിലൊക്കെ കാണുമ്പം ദൂരത്തുനിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണുമ്പം അത് നമ്മുടെ മനസ്സിനുള്ള ആ വൈബ് ഉണ്ടല്ലോ,
അതന്നെയാണ് നമ്മുടെ കുളിർമ, അതന്നെയാണ് നമ്മുടെ സന്തോഷം, അതന്നെയാണ് നമ്മളെ എന്ത് അതാണ്. ഇങ്ങനെ നമ്മളെ ഹാപ്പിയിൽ നല്ല ക്ലൈമറ്റിൽ നല്ല സന്തോഷത്തോടെ പോകുന്ന ടൈമിൽ കോടമഞ്ഞും കൂടി വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ അപ്രൈക്കാരം ഇപ്പോൾ റോട്ടിക്ക് കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല കേട്ടോ, ഇത് നല്ല കോടമഞ്ഞുണ്ട് ഉണ്ടല്ലേ. അവിടുന്ന് വണ്ടികളൊക്കെ വരുമ്പോഴത്തേന് നല്ല ഒരു വൈബ് ഏരിയ, നല്ലൊരു വൈബ് തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. നിങ്ങൾക്കും ഈ വൈബൊക്കെ കിട്ടും. ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എവിടേക്കെങ്കിലും നിങ്ങൾ യാത്ര പോകുന്ന ടൈമിൽ നിങ്ങൾ കോടമഞ്ഞിൻ്റെ ഇങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കടയിൽ നിങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത് അതിലൊന്ന് നിർത്തിയിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകിയാണ്ട് പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നുകൂടി വൈബായിരിക്കും. അതൊക്കെ തന്നെയല്ലേ യാത്രയിൽ രസം. ഈ കാണുന്നത് ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള സീനറിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ചുരത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന്. പിന്നെ ഇവിടുന്ന് എടുത്ത് പറയേണ്ട ഒരു വൈബ് പറഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് കാണുമ്പോൾ കുറച്ച് ബിൽഡിംഗ് ഒക്കെ കാണില്ലേ, അവിടെ നോളജ് സിറ്റിയാണ് നമുക്ക് കാണുന്നത്. അത് ഇവിടുന്ന് ശരിക്കും ഇത് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും പള്ളിയൊക്കെ മിനാരങ്ങളും എല്ലാം ഉഷാറായി തന്നെ ഇവിടുന്ന് കാണാം. അത് കാണുമ്പോൾ നല്ലൊരു വൈബ് തന്നെ കേട്ടോ ഇവിടെ. പിന്നെ ഈ സ്ഥലത്ത് കോട മൂടിയ ഒരു അവസ്ഥ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല, നോളജ് സിറ്റിയോ ബിൽഡിങ്ങോ ഒന്നും നമുക്കിതിൽ കാണാൻ കഴിയില്ല. കോട മൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ വൈബ് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല കോട ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ വയനാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ വേറെ രസമുണ്ട്. ഇപ്പോൾ നമ്മൾ വയനാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭംഗിയുണ്ട്, അത് കറക്റ്റ് വെട്ടിക്കാണ്ടില്ല മലമുകളിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അങ്ങോട്ട് പോകുന്നത് ഞങ്ങളിപ്പോൾ വൈത്തിരിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റോഡൊക്കെ വലിയ റോഡൊന്നുമല്ല, സാധാ റോഡാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. രണ്ട് സൈഡിലും പ്രകൃതി നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇറങ്ങിയാണ്ട് ഫോട്ടോ എടുക്കുക, കുറച്ച് പ്രകൃതിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് നല്ല രസമാണ്. ഇവിടെ വെയിലൊന്നും ഇല്ല കേട്ടോ, നല്ല തണുപ്പ് തന്നെയാണ്. പിന്നെ മഴയില്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഇവിടെ കഴിയും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിസോർട്ടൊക്കെ ആദ്യമേ ബുക്ക് ചെയ്ത് വരിക. ചിലപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് നമ്മൾ റിസോർട്ട് തിരഞ്ഞു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല നമ്മൾ വിചാരിച്ച നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റിസോർട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും റിസോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റൂംസൊക്കെ ഒക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റൂംസൊക്കെ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ല നല്ല റിസോർട്ട് അല്ലെങ്കിൽ കോട്ടേജൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു വൈബായിരിക്കും. രാവിലെ എണീറ്റ് പ്രഭാത സവാരിയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് വൈബുള്ള ഏരിയ തന്നെ വേണം. അപ്പോൾ നിങ്ങൾ റിസോർട്ട് തിരഞ്ഞെടുക്കുന്ന ടൈമിൽ നല്ല വൈബുള്ള ഏരിയയിൽ നല്ല പ്രകൃതിയുള്ള ഏരിയയിൽ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ കുളിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം റിസോർട്ട് ആയതുകൊണ്ട് അവിടെ അടുത്താണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം വൈത്തിരി. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. അപ്പോൾ അവിടെ പാർക്കിങ് 30 രൂപയുണ്ട് പാർക്കിംഗ് ഫീ. അതേപോലെ തന്നെ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എൻട്രി ഫീ പറഞ്ഞത് 59 രൂപയാണ്. വേറെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് 1 കിലോമീറ്ററോളം നമ്മളിങ്ങനെ നടക്കണം. 1 കിലോമീറ്റർ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ 1 കിലോമീറ്റർ ആവില്ല, അതിലേറെ ഉണ്ടാവും എൻ്റെ അഭിപ്രായം. പക്ഷേ വേറെ ഒന്നുണ്ട്, നല്ല വൈബിലുള്ള ഏരിയ കേട്ടോ. പോസിറ്റീവ് പറയുകയാണെങ്കിൽ നല്ല വൈബാണ്, നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ആക്കാം, മെല്ലെ മെല്ലെ നടന്നു പോകുകയാണെങ്കിൽ നല്ല വൈബാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ചിലർക്ക് കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലവർ അല്ലെങ്കിൽ വയസ്സായവർ ഇവരൊക്കെ നടന്നാൽ ആകെ ക്ഷീണിക്കും. ഇതിങ്ങനെ നേരെയുള്ള പാത മാത്രമല്ല, കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകാനും കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നല്ല വൈബിൽ ഏരിയ ആണ്. കോടമഞ്ഞൊക്കെ വന്നിട്ട് നല്ല രസമാണ് ഇവിടെ കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ഷട്ടാവ് റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത്. ഇവിടെ ഓഫ് റോഡാണ്, പക്ഷേ എന്നാലും വണ്ടികളൊക്കെ പോട്ടെ, ഒന്നും കുഴപ്പമില്ല. നല്ലൊരു ഏരിയ ആണ്. ഈ ഭാഗം എന്ന് പറഞ്ഞത് ഹിൽസ് ഏരിയ ആണ്, കുന്നുകൾ നിറഞ്ഞ ഏരിയ തന്നെയാണ്. രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇവിടെ ഈ കാണുന്ന റോഡ് റിസോർട്ടിലേക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഹിൽസ് ഏരിയ കണ്ടില്ല നിങ്ങൾ, കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ കാണില്ല, ഞങ്ങൾക്ക് കോടമഞ്ഞൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ചെറിയൊരു മഴയുണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം റിസോർട്ടിൻ്റെ കവാടം എത്തിയിട്ടുണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ ഗേറ്റ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ രാവിലെയൊക്കെ നടക്കാനൊക്കെ നല്ല വൈബായിരിക്കും കേട്ടോ. നിങ്ങൾ മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ പോകുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. മഴ ഉണ്ടായ ടൈമിൽ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ മഴയൊക്കെ ആണെങ്കിൽ വിഷയമല്ല. പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമുണ്ട് ഇവിടെ, ആടുകൾ താറാവ് ഒക്കെ എല്ലാ ഫാമുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. പിന്നെ ചെറിയൊരു നാച്ചുറൽ പൂൾ ഉണ്ട് കേട്ടോ, സാധാ നാച്ചുറൽ പൂളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു വൈബായിരിക്കും, നല്ല രസമായിരിക്കും. പിന്നെ ഇതിങ്ങനെ ഒരു ചുരം മോഡലാണ് കേട്ടോ. ഇതിൽ ഒരു കുന്നിൻ്റെ മേലെയാണ് നമ്മളെ റിസോർട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് നല്ലൊരു കയറ്റം കയറിയിട്ട് വേണം പോവാൻ.
ബെഡ്റൂംസ് ഒക്കെ പരിചയപ്പെടുത്തരാം. ഇപ്പോൾ കയറിനോടത്ത് കണ്ടില്ല 2 ഡബിൾ ബെഡാണ്. അപ്പം ഇതൊരു ബാൽക്കണി ഏരിയയും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളിൽ വേറെ ബെഡ്റൂം കൂടി ഉണ്ട്. അതുകൊണ്ട് സിമ്പിളായി 2 കപ്പിൾസിന് എന്തായാലും ഇതിൽ സ്റ്റേ ചെയ്യാം. ഒന്ന് ഈ ബെഡ്റൂം ഉപയോഗിക്കാം, ഒന്ന് ആ കയറിനോടത്തില്ല ഡബിൾ ബെഡ് ഉണ്ടല്ലോ അതും ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് ചായയൊക്കെ കാച്ചി കുടിക്കാൻ ഇടയ്ക്ക് കുടിക്കണമെങ്കിലൊക്കെ കെറ്റിലുണ്ട്. നല്ല തണുപ്പിലെ ടൈമിലൊക്കെ TV സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വൈബ് കാണിച്ചു തരാം. ഈ വീട് ഇങ്ങോട്ട് നീക്കിയാൽ ഇവിടെ നിന്ന് നല്ലൊരു വൈബ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഉഷാറായി കണ്ട് തന്നെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എല്ലാവരും പോകുമ്പോൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യാറ് ബാത്റൂമാണ്. ബാത്റൂം വൃത്തിയുണ്ടോ, ബാത്റൂം എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാണ്. അപ്പം ബാത്റൂം കുഴപ്പമൊന്നുമില്ല, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തതിന് നല്ലൊരു വാഷ് ബേസൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് ഉഷാറായി തന്നെ ബാത്ത് ചെയ്യാനും ടോയ്ലറ്റ് പോകാനൊക്കെ നല്ലൊരു സൗകര്യം ഉണ്ട് ഇതിൽ. പിന്നെ നമ്മൾ ആദ്യം കണ്ടില്ല ഡബിൾ ബെഡിൻ്റെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഡബിൾ ബെഡിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് റൂം വ്യൂ ഒക്കെ കാണാം. പിന്നെ ആ ബാൽക്കണിക്കൊന്ന് നമുക്ക് പോയോ. ബെഡ്റൂമിൽ നിന്ന് നല്ല വ്യൂ കാണാം. ഞാനിത് ഓപ്പൺ ആക്കുകയാണ്, കണ്ടില്ല നിങ്ങൾ, ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ കാണാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഈ ഗ്ലാസ് നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നിട്ട് ഇവിടെ വേറൊരു ബാൽക്കണി കൂടി ഉണ്ട്. ആ ബാൽക്കണിയുടെ നല്ല വ്യൂ ആണ് കേട്ടോ. അടിയിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ചെന്ന ബാൽക്കണിയിൽ ബാത്ത് ടബ് കാണിച്ചു തന്നില്ലേന്. അപ്പം ബാത്ത് ടബൊക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കുളിക്കാനൊക്കെ പറ്റും, ഞമ്മക്കും വേണമെങ്കിൽ കുളിക്കുക ചെയ്യാം. കുട്ടികൾക്കെല്ലാം ഒന്നും കൂടി സന്തോഷഗതിയിൽ കുളിക്കുമ്പോൾ അപ്പോൾ അവർ കുളിക്കണമൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ആ ബാൽക്കണിയിൽ നിന്നുള്ള അതിരാവിലെയുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ദൂരത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഇതിൽ കോടമഞ്ഞൊക്കെ മൂടി ഇങ്ങനെ കാണുമ്പോൾ രാവിലെ തന്നെ നമ്മൾ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് റിസോർട്ട് എടുക്കുമ്പോൾ നല്ല റിസോർട്ട് എടുക്കണം, നല്ല പ്രകൃതിയുള്ള സ്ഥലത്തിൽ റിസോർട്ട് എടുക്കുക. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഫ്രഷ് മൈൻഡ് ആകാൻ അല്ലെങ്കിൽ ഫ്രഷ് ആവാനാണ് നമ്മൾ പോകുന്നത്. അപ്പം മൈൻഡൊക്കെ ഫ്രഷ് ആവണമെങ്കിൽ ഇങ്ങനത്തെ വൈബുള്ള ഏരിയ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല ഇതിൽ നമുക്ക് ഇതിലൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റും. അതൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും, നല്ല ആസ്വദിച്ച് നമുക്ക് യാത്രയൊക്കെ ഉഷാറാക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ റിസോർട്ടിനടുത്ത് സൈഡിൽ തന്നെ കുറച്ച് കോട്ടേജസ് ഉണ്ട്. അതായത് കപ്പിൾസിന് ഹണിമൂണിനൊക്കെ വരാൻ ഒരു കപ്പിളിനെ ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ, സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നമ്മളെടുത്ത റൂം തന്നെ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കപ്പിളിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് മുകളിലൊക്കെ താമസിക്കണം തോന്നുമ്പോൾ നമ്മൾ ഈ കോട്ടേജ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കാണില്ല, ഇതാണ് ഈ ഒരു കമ്പി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കോട്ടേജ് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കപ്പിളിനെ ഇതിൽ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എടുത്ത റൂംസ് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ, ഡൈനിങ് ഏരിയ. അപ്പോൾ നമ്മൾ അടിയിലേക്ക് ഇറങ്ങിപ്പോയാൽ മതി. പിന്നെ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്താൽ കിച്ചണിൽ ഇവർ ഭക്ഷണം ഉണ്ടാക്കി തരും. അവർക്കൊരു മെനു ഉണ്ട്, ആ മെനു അനുസരിച്ച് അവർ ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ പാക്കേജിൽ ഉൾപ്പെടുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറും ലഞ്ചൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഗെയിമിംഗ് ഏരിയ ഉണ്ട്, പ്ലേയിങ് ഏരിയ. നമുക്ക് പ്ലേ ചെയ്യണമെങ്കിലൊക്കെ ഇടയ്ക്ക് വന്ന് ഇവിടെ ഡൈനിങ് ഏരിയ. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് റൂമിൽ നിന്ന് മേലെ ബാൽക്കണിയിൽ കണ്ടില്ല നിങ്ങൾ, ടേബിളും കസേരയൊക്കെ അവിടെ നിന്ന് കഴിക്കണമെങ്കിൽ അവിടെ നിന്നും കഴിക്കാം. വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരും. ഇവിടെ വേറൊരു ഗെയിമിംഗ് ഏരിയയും കൂടി ഉണ്ട്. ഇനി കയറി വരുന്ന ടൈമിൽ നിങ്ങൾ ഫ്രണ്ട് ഏരിയ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി ബൈക്കിന് വരികയാണെങ്കിൽ ബൈക്ക് പാർക്കിംഗ് ഉണ്ട്. ഫ്രണ്ട് ഏരിയ ഞാൻ ആദ്യം റൂമാണല്ലോ കാണിച്ചു തന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട് ഡെസ്ക് കാണിച്ചു തരാം. കണ്ടില്ല, ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക്
ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഇവിടെ വിശ്രമിക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവരെ ഫുഡും കസ്റ്റമർ സർവീസും ഒന്നും കുഴപ്പമില്ല, ഉഷാറാണ്. ഇത് നമ്മളെ ജാക്സൺ ബ്രോ അതേപോലെ അനസ് ബ്രോ ഒക്കെയാണ്.